സോ ഗൈസ്, ഇന്നൊരു ചിക്കൻ കറി വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇത് പതുക്കെ നടന്ന് ആ ചിക്കൻ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കട എത്തിയിട്ടുണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെ ചിക്കൻ കട, കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ അവരോട് പറഞ്ഞത് നമ്മൾ നാടൻ കോഴിയായിരുന്നു പറഞ്ഞത്. നാടൻ കോഴി പൊതുവേ എനിക്ക് ഇഷ്ടമാണ്. മറ്റ് ലഗോണിനെക്കാളും ബ്രോയിലിനെക്കാട്ടൊക്കെ നല്ല ടേസ്റ്റിലാണ്. അപ്പം അവരോട് നാടൻ കോഴി പറഞ്ഞുകൊണ്ട് അവർ തപ്പി പിടിക്കുന്നുണ്ട്. കുറേ കോഴികൾ അതിൻ്റെ തുള്ളി കളിക്കുന്നുണ്ട്. നമ്മൾ നാടൻ കോഴി അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. പൊതുവെ ഐറ്റിങ്ങൾക്ക് മറ്റൊരു കോഴികളെ അപേക്ഷിച്ച് ഭയങ്കര സ്പീഡായിരിക്കും ഓടാനും ചാടത്തിനൊക്കെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ തൊട്ടടുത്തുള്ള മീൻ വെക്കുന്നൊരു ചേട്ടനുണ്ട്. അവരൊരു മീനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. അത് നോക്കിയപ്പോൾ അതിൻ്റെ തല തെരണ്ടീൻ്റെ മാലും ഉടല് മാന്തിൻ്റെ മാരുണ്ട്. അപ്പോൾ ഈ മീൻ ആർക്കെങ്കിലും അറിയെങ്കിലും പേരൊന്ന് മെൻഷൻ ചെയ്യുക. ചിക്കൻ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് ഞാൻ. വീട്ടിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ നമ്മളെ കൊട്ടത്തളത്തിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് അമ്മ അവിടെ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ ചിക്കനൊന്ന് കുട്ടപ്പനാക്കി എടുക്കാനാണ്. അപ്പം അതിനെ കുട്ടപ്പനാക്കി എടുക്കാൻ വേണ്ടി ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛന് അകത്ത് ഞാൻ പതുക്കെ വിളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അച്ഛനത് കത്തിക്കെടുത്ത് സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പം ഓൾറെഡി അവർ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് നിൽക്കുന്നത്. എങ്കിൽ കൂടി കുറച്ച് എല്ലുകളൊക്കെ ചില ചിക്കൻ്റെ കട്ട് ചെയ്തതിൽ പുറത്തേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെട്ടി കുട്ടപ്പനാക്കാവുന്ന രീതിയിലാണ് അച്ഛൻ ഇരിക്കുന്നത്. പിന്നെ ഇതിൽ ഇപ്പോൾ നമ്മൾ പാർട്സിൻ്റെ പീസും കൂടി ഉൾപ്പെട്ടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്സും അതേമാതിരി ചിക്കൻ്റെ ഭാഗങ്ങളുമായിട്ട് നമ്മൾ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അച്ഛൻ ഇപ്പോഴും തിരഞ്ഞു പിടിച്ച് വൃത്തിയാക്കി മാറ്റി വെക്കുന്നുണ്ട് പാർട്സും അതും. ഇത് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ ചിക്കനും മാറ്റി പാർട്സും മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതിലൊന്ന് കഴുകി കുളിപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ചോരയും അതൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല വെട്ടിക്കഴിഞ്ഞാൽ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് വൃത്തിയാക്കി എടുക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പം വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ പൈപ്പിൻ്റെ താഴെ വെച്ചത് അച്ഛൻ വൃത്തിയാക്കി അച്ഛൻ കഴുകുന്നുണ്ട്. അപ്പം അച്ഛൻ നന്നായി കഴുകിയതാണ്. ഒരു കഴുകുകയാണ്. അപ്പം ഒരു 3-4 പ്രാവശ്യം നമ്മൾ പൊതുവെ കഴുകണുണ്ടല്ലോ. അതിൻ്റെ സ്മെല്ലും അതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉള്ളത് നല്ല വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുമ്പൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ കാണാം അച്ഛൻ നന്നായിട്ട് കഴുകി ഇങ്ങനെ മാറ്റിയിടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കഴുകലിൻ്റെ വെള്ളം അപ്പം നിങ്ങൾ കാണുന്നത്. നമുക്ക് 2-3 പ്രാവശ്യം കൊണ്ട് കഴുകണം. പാർട്സ് സെപ്പറേറ്റായി നമ്മളൊരു ചെറിയ ഡവറിലാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ അതും അതിലേക്ക് തന്നെ എടുത്തിട്ടുണ്ട്. അതും ഒന്ന് കഴുകിയിട്ട് നമ്മൾ മാറ്റി വെക്കാൻ തന്നെയാണ് തീരുമാനം. അപ്പം അതാ കഴുകുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് അച്ഛൻ വൃത്തിയാക്കി എടുത്ത് മുട്ടയൊക്കെ എടുത്തൊന്ന് കഴുകുന്നത് കാണാം. അച്ഛൻ കഴുകിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ചെറിയ ഡവറിലായിരുന്നു മുട്ടയൊക്കെ എടുത്തിട്ട്. അപ്പോൾ അച്ഛൻ അപ്പം അതിൽ തന്നെ തിരിച്ചിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ പൈപ്പിൽ നിന്ന് അതിൽ വെള്ളമൊക്കെ എടുത്തിട്ട് ആ ഡവറൊന്നും ആദ്യം വൃത്തിയിൽ കഴുകുന്നുണ്ട്. എന്നിട്ട് ഡവറിലേക്ക് അത് കഴുകിയിട്ട് നമ്മുടെ പാർട്സൊക്കെ അതിൽ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഒറ്റ പ്രാവശ്യത്തിലേക്ക് കഴുകുന്നതെന്ന്. അല്ല, നമ്മൾ വീണ്ടും കഴുകുന്നുണ്ട്. ഞാനിപ്പോൾ ഒറ്റ ഷോട്ടിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനെക്കൊണ്ട് ഞങ്ങൾ ഒറ്റ പ്രാവശ്യം കാണുന്നുള്ളൂ. വീണ്ടും കഴുകി ഞാൻ എടുത്തിട്ടില്ല. ഈ സമയത്ത് നമ്മുടെ അയൽവാസിൻ്റെ ഒരു പൂച്ചക്കുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. അതെങ്ങനെ പുറത്ത് ചാടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മൂപ്പര് നല്ലപോലെ അകത്ത് നോക്കി നടന്ന പൂച്ചേന് മൂപ്പര് ഇതിനെ പിങ്കി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇത് എന്ത് കണ്ടിട്ട് അതിൻ്റെ പിങ്കി എന്ന് വിളിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. വെളുത്തിലുള്ള പൂച്ചക്കുട്ടിയാണ്. എന്ത് കാര്യം മൂപ്പരെ പിങ്കിതാ ഇപ്പം ഞങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ മീനാന്ന് വിചാരിച്ച് അടുത്തേക്ക് വന്നാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഞാൻ ക്യാമറ കൊണ്ടപ്പം അതിനെന്തോ ചെയ്യാൻ വരാമെന്ന് വിചാരിച്ചത് വേഗം പിറകോട്ട് വലിയുന്നത് കാണാം. ഈ സമയത്ത് അമ്മ ഉള്ളിയും അതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റിലേക്ക് നാടൻ കോഴിക്കലെന്നറിയാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ ആ സമയത്ത് പുറത്ത് അച്ഛൻ ചിക്കൻ കഴുകിയൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടാമതും അകത്ത് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് ആവശ്യമായ മുളക്, ഇഞ്ചി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ മുളകും ഈ ഇഞ്ചിയും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. നമുക്ക് ഇതിൻ്റെ ചെറിയൊരു കുഞ്ഞ് കൃഷിയുണ്ട്. അപ്പം അതിൽ നിന്ന് എടുത്ത സാധനങ്ങളാണ്. അപ്പം ഉള്ളി പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നില്ല, അത് ഉണ്ടാക്കിയതല്ല. അപ്പം നമ്മൾ വൃത്തിയിൽ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുളകും അതിൽ ഓൾറെഡി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് അടുത്തത് കറിവേപ്പില ഇടണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കറിവേപ്പില എടുത്തില്ല. ഇഞ്ചി പുളും വെട്ടിയിടുന്നുണ്ട്. ഇതിലേക്ക് തീർന്നില്ല എന്ന് തോന്നുന്നു. നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം നന്നായിട്ട് ഇഞ്ചി കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെയും എന്തിനാണ് ഇത്ര ഇഞ്ചി എന്ന് വെച്ചാൽ ഇഞ്ചി വയറുന്നത് നല്ലതല്ലേ, അതിൽ കിടക്കട്ടെ എന്ന് അമ്മ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ആവശ്യത്തിനുള്ള ഇഞ്ചിയും പച്ചമുളകും അമ്മ പിന്നെ ഇഞ്ചി കൊണ്ടുവരുന്നുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഇഞ്ചി ചിക്കനിൽ പൊതുവെ ഇടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് നമ്മൾ ഇടാൻ പറഞ്ഞത് വെളുത്തുള്ളി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെടുക്കാനായിട്ട് അച്ഛൻ പോയിട്ടുണ്ട്. അച്ഛൻ നല്ല വൃത്തിക്ക് നേരത്തെ വെളുത്തുള്ളിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ വെളുത്തുള്ളി നമ്മൾ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ഇടാൻ വേണ്ടി കറിവേപ്പില പറിക്കാൻ പോയിട്ടുണ്ട് അച്ഛൻ. കറിവേപ്പില നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായി.
സോ കറിവേപ്പില ഇടുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പം നിലവിലുള്ള സാധനങ്ങളൊന്ന് അരച്ചിറക്കുന്നുണ്ട്, നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ കുറച്ചും കൂടെ അരയണം എന്ന് പിന്നെ പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ ഇത്രയൊക്കെ വെച്ചാൽ മതി, വേണ്ടാടാ അത് കറിവേപ്പില ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പകുതിക്ക് വെച്ചാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അച്ഛൻ കറിവേപ്പില സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ഇടർന്ന് അടിച്ചാൽ സെറ്റാവെന്ന് പറഞ്ഞതിനോട് താങ്കൾ അടിച്ചപ്പം പക്ഷേ സെറ്റായിട്ടില്ല, അങ്ങനെ തന്നെ കിടക്കുന്ന കറിവേപ്പില. അപ്പം കറിവേപ്പില എന്ത് ചെയ്ത് നമ്മൾ റെഡി ആകാതെ തന്നെ കൊണ്ട് പിന്നെയും കുത്തി അതിലേക്ക് തന്നെ കയറ്റിടുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി സെറ്റ് ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചില്ല കമ്പൊക്കെ എന്തിനാ, അതൊന്നും കുഴപ്പമില്ല, അതിനെ കൊണ്ട് നിനക്ക് നല്ല ഒരു ഉപദ്രവം ഉണ്ടാവില്ല വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്നമ്മ. ഓക്കെ ഇതാ. അപ്പോൾ അതൊക്കെ ഒന്ന് അമ്മേൻ്റെ ഇത് ഒന്ന് നമ്മൾ കുറച്ച് ആക്കിയ മിക്സായ സാധനം കൂടെ ഒന്നുകൂടി അതിൻ്റെ കൂടെ തന്നെ ഒന്നും കൂടി ഇട്ട് അടിക്കാൻ നല്ല വൃത്തിക്ക് മെഴുകും അടിക്കുന്നുണ്ട്. അപ്പം നോക്കട്ടെ ഇനിയിപ്പോൾ എങ്ങനെ ഇരിക്കുമ്പോൾ നോക്കാം. തുറന്നപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഈ രീതിയിൽ നമ്മൾ അപ്പം ഈ ഒരു രീതിയിൽ ഇത്രയൊക്കെ മതി, ഒരു ലെവലിൽ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താ മാറ്റി വെച്ച് അടുത്തായി നമ്മൾ എന്ത് ഉള്ളി കുട്ടപ്പന്മാരെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്യാനാണ്. അപ്പം നമ്മളിതാ പച്ചക്കായ കട്ട് ചെയ്യുന്ന കട്ടിങ് ടേബിളാണ് ഞങ്ങളുടെ. വേറൊരു കട്ടിങ് ടേബിളുണ്ട്. അപ്പോൾ എന്നോട് കട്ടിങ് ടേബിൾ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തുകൊണ്ടതായിപ്പോയി. എനിക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറിയിലിടുന്നത്. കാരണം അതിൻ്റെ ഒരു ആ ടേസ്റ്റ് ഉരുളക്കിഴങ്ങ് പിടിക്കും, ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. പൊതുവെ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ പച്ചക്കായ അത് രണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് ഉരുളക്കിഴങ്ങ് ഇടാൻ വേണ്ടി വെച്ചു. ഉരുളക്കിഴങ്ങ് വൃത്തിയിൽ നല്ല ഭംഗിയിൽ കട്ട് ചെയ്യുന്നുണ്ട് അമ്മ. വൃത്തിക്ക് തന്നെ ഏകദേശം കട്ട് ചെയ്ത് ഒരു 3-4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കാരണം ഉരുളക്കിഴങ്ങ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചിക്കൻ കറിയിൽ. പൊതുവെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിലും കറീനെക്കാട്ടും അല്ലെങ്കിൽ ചിക്കനിൽ കാട്ടും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും, കഷ്ണം കുറച്ചാണ്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ആ മല്ലിയിലയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിയില നല്ല കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഉള്ളിൻ്റെ അടുത്തേക്ക് ആക്കി വെച്ചത് കാണാം. പച്ചമുളകും ഇതിൽ പിന്നെയും ആഡ് ചെയ്യുന്നുണ്ട് അമ്മ. അത് ഓൾറെഡി കുറച്ചും കൂടി എരിവിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ താങ്കൾക്ക് മേലെ കാണാം. അപ്പം ഇതിലേക്ക് നമ്മളിപ്പം ഫസ്റ്റ് തന്നെ കഴുകി ആദ്യം തന്നെ ആഡ് ചെയ്യാൻ പോകുന്ന കുറച്ച് ഉള്ളി ആഡ് ചെയ്യും. ഉള്ളിയിട്ടൊന്ന് കുഴയ്ക്കുന്നുണ്ട്. അത് ഇപ്പം എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്ന് സോഫ്റ്റ് ആവാനും ഉള്ളിൻ്റെ ആ ഒരു സത്തും അതൊക്കെ ഒന്നായിട്ട് തുടക്കത്തിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നാടൻ കോഴിയിൽ എങ്ങനെ പൊതുവേ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഉള്ളിൻ്റെ ഒരു നമുക്ക് അറിയാമല്ലോ, ഒട്ടുമിക്ക എല്ലാ കറികൾക്കും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് ഉള്ളി. അപ്പോൾ ഒന്ന് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഫ്ലേവർ അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഉള്ളിൻ്റെ ഇതിൽ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് നിലയിൽ ഉള്ളി ഇടുന്നുണ്ട്. ഒന്ന് കാണാം ഉള്ളി കിട്ടുന്ന നല്ല വൃത്തിയൊക്കെ ഞങ്ങൾ കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല വൃത്തിയിൽ കുഴക്കണം, നമുക്ക് എല്ലാ ഭാഗത്തേക്കും അതാവുന്നതും നല്ല നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ നല്ല വൃത്തിയിൽ കുഴയ്ക്കുന്നുണ്ട്. ചില കുഴച്ച് കഴിഞ്ഞല്ലോ അത് നല്ലോണം കുഴയ്ക്കുന്നുണ്ട്. വീണ്ടും കുഴയ്ക്കുന്നുണ്ട്. കുഴച്ചപ്പോൾ സെറ്റ് ചെയ്ത് നമ്മളെടുത്ത് വെച്ച് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടണം, അത് നല്ലതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കുഴക്കണം കൂടി അമ്മ പറഞ്ഞു. അപ്പം അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുഴച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു ചിക്കൻ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു പാത്രത്തെ സ്റ്റൗവിൻ്റെ മേലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് ശേഷം ഈ ഉള്ളി എടുത്തൊന്ന് വഴറ്റാൻ പോവുകയാണ്. നമ്മൾ ബാക്കി മസാലയൊക്കെ നമ്മൾ ഇതിലേക്കാണല്ലോ ഇടുന്നത്. പൊതുവേ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ഒന്നും കൂടി പറയുന്നതെന്നുള്ളൂ. എൻ്റെ രീതിയിൽ ചെയ്യുമ്പോൾ എനിക്കൊന്ന് പറയേണ്ട ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പറയുകയാണ്. ഉള്ളിലേക്ക് ഇട്ട് ഉള്ളിയും കുറച്ച് കറിവേപ്പില ഉണ്ടായി ബാക്കി വെച്ച് അതും അതിലെടുത്തിട്ടുണ്ട്. നല്ലതെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉള്ളിയൊക്കെ നല്ല വഴറ്റി ഒരു സെറ്റായി വന്നു. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ജാറിലെടുത്ത് വെച്ച് വെളുത്തുള്ളി, അതേമാതിരി ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നല്ല സ്മെല്ലാട്ടോ ഈ സമയത്ത്. നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഏകദേശം നല്ല മൂക്കിലേക്ക് അടിച്ച് കയറും ഈ സ്മെല്ല്, ഉള്ളി വഴറ്റുന്നതും ഈ പച്ചമുളകിൻ്റെ എല്ലാം കൂടി. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. താങ്കൾക്ക് നോക്കാം അതിന് ചൂടും ആവിയൊക്കെ വരുന്നുണ്ട്. നല്ല ചൂടുള്ള സാധനം ഞാൻ തൊട്ടുമൊക്കെ ഇടയ്ക്ക് പോയി ചെറിയത് നല്ല പൊള്ളി. പിന്നെ ഈ കാണുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ആഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. ഇത് നമ്മുടെ സെറ്റായ ഇൻഗ്രീഡിയൻസ് ഇതാണ് തന്നെ നമ്മൾ ഉപയോഗിക്കൽ. നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ട്, മുളക് പൊടി ഉണ്ട്, പിന്നെ പെരിഞ്ചീരകം പൊടി ഉണ്ട്, അതേമാതിരി എള്ളുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മളിതാ മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് 2-3 സ്പൂണൊക്കെ മതി ശരിക്കും. നമ്മൾ 2 കിലോ ചിക്കനുള്ളൂ നമുക്ക്, അപ്പോൾ ഏകദേശം 2-3 സ്പൂൺ നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ മുളക് പൊടി അത് ആവശ്യത്തിനാണ്. എരി ഇങ്ങനെയുള്ള താല്പര്യമുള്ളവർക്ക് കൂടുതലായിട്ട് എടുക്കാം. നമുക്ക് അത്യാവശ്യം താല്പര്യമുള്ള കൂട്ടത്തിലാണ് എരിവ്. അപ്പോൾ ഇത് രണ്ടും ഇട്ട് ആദ്യം നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ വഴറ്റിയ ഉള്ളിയിലേക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്കൊക്കെ ഇടുമ്പോൾ നല്ല സ്മെല്ലുമാണ്, അത്യാവശ്യം നല്ല നിറമായിരിക്കും. പിന്നെ കുറച്ച് കുരുമുളക് കൂടി നമ്മൾ ഇടുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് നമ്മൾ തൊട്ടടുത്ത് വേറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ല, അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ഇടാൻ പോകുന്ന ഏകദേശം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഏകദേശം കുറച്ച് ഇട്ടുള്ളൂ, കാരണം ഓവറിട്ടാൽ മല്ലി കുത്തും. പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടായി. പിന്നെ അതേമാതിരി പെരിഞ്ജീരകപ്പൊടി ഉണ്ട്, അത് ഇടുന്നുണ്ട്, അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പെരിഞ്ജീരകപ്പൊടിയാണ്, അത് ഇട്ടിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് എല്ലാം കൂടി ഉള്ള പൊടികളൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക, നല്ല വൃത്തിക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മളതിൽ ഉപയോഗിച്ച മല്ലിപ്പൊടി ഉണ്ട്, മുളക് പൊടി ഉണ്ട്, പെരിഞ്ജീരകപ്പൊടി ഉണ്ട്, പിന്നെ അതേമാതിരി തന്നെ ചിക്കൻ മസാല കുറച്ച് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ട് നമ്മളിതിലേക്ക് അവസാനം നമ്മൾ മഞ്ഞളൊക്കെ നേരത്തെ എടുത്ത് ഒന്ന് കുഴച്ചൊക്കെ എടുത്താൽ നമ്മളെ ചിക്കൻ കുട്ടനെ ഇത് നമ്മളിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിടിപ്പിക്കുന്നുണ്ട്, നന്നായിട്ട് മസാല ഒന്ന് പിടിപ്പിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നല്ല സ്മെല്ലായി കിട്ടും. ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം വായന അത്രയും വെള്ളം ഊറിയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ. ഓക്കെ, നമ്മൾ നന്നായിട്ട് വഴറ്റുന്നുണ്ട്, ആ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് അങ്ങ് പിടിക്കാൻ വേണ്ടി നന്നായി വഴറ്റുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അപ്പം ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. നാടൻ കോഴി എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ ഇതേപോലെ തന്നെ കരിങ്കോഴിയും നല്ലതാണെന്ന് പറഞ്ഞിട്ട് ശരീരത്തിന് കഴിക്കുന്നു. അപ്പോൾ നാടൻ കോഴിയും കരിങ്കോഴിയും കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ ഇതിലെന്താ വേറെ പ്രത്യേകിച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ നാടൻ രീതിയിലുള്ളതായതുകൊണ്ട് ഇത്രയൊക്കെ ഒരു ചെറിയൊരു സാധാരണ വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ കറണ്ടിയുടെ മുകളിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഉള്ളി അതൊക്കെ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്ത് മറ്റേ സ്പൂണൊക്കെ കൊണ്ട് അമ്മ മാറ്റിയിലേക്ക് ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നിരത്തിക്ക് തന്നെ ഇളക്കുന്നത്, അത്യാവശ്യം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഇവിടെ മസാല ഒക്കെ ഒന്ന് നന്നായി പിടിക്കേണ്ടതിൻ്റെ രീതിയിൽ നന്നായിട്ട് അങ്ങ് ഇളക്കുന്നുണ്ട്. പിന്നെ ചൂട് സ്റ്റവ് കുറച്ച് സ്ലിമ്മിലേക്കിട്ട്, അപ്പോൾ കുറച്ചൊന്ന് ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട്, ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ ഇത് നിങ്ങൾ ആവി നല്ല കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ആവിയൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിനൊക്കെ എല്ലാം സെറ്റായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇളക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ ഗൈസ്, ഇതിൽ ഉപ്പ് റെഡിയാണോ നോക്കണം. അപ്പം അമ്മ ഇപ്പോൾ ഉപ്പ് ഇടാൻ വേണ്ടി പോകുന്നുണ്ട്. ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് നമ്മൾ ഉപ്പും പാത്രമുണ്ട്, കുഞ്ഞ് ഭരണി, അതിലുമ്മ ഉപ്പ് എടുക്കാൻ പോയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ വീഡിയോ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പം ഉപ്പ് എടുക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ ഉപ്പെടുത്തില്ല, ഉപ്പെടുത്ത് സ്പൂണിൽ ഉപ്പിട്ട് അമ്മ ഉപ്പൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്ത് നല്ല വൃത്തിക്ക് ഇഞ്ഞ് ഇളക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ വീണ്ടും ഇളക്കുന്നുണ്ട്, ഉപ്പൊക്കെ ഇട്ട് സെറ്റായി. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ടേസ്റ്റ് വായിലൊക്കെ വെച്ച് നോക്കുക, ഉപ്പൊക്കെ കറക്റ്റാണോ ഇല്ലേ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പം അമ്മ എടുത്തിട്ട് നോക്കിയിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്ത് കുറച്ച് ബാക്കി വന്ന നമ്മളെ മല്ലിയിലും അതേമാതിരി തന്നെ ഞങ്ങളെ സ്വന്തം കറിവേപ്പിലും ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ഞാൻ തന്നെ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ്. അതാ അമ്മ പൊരിച്ചിട്ടില്ല, പൊളിച്ചിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വൃത്തിക്ക് മൂടി വെക്കുന്നുണ്ട്. മൂടി വെക്കണം, എങ്ങനെയായാലും മൂടി വെക്കണം. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് പോയി തുറന്ന് നോക്കി, അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അത് തുറന്നു നോക്കാൻ കാരണം എന്ന് വെച്ചാലും അതിൽ നമ്മൾ എള്ളിട്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നാടൻ കോഴി എള്ളിട്ട നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒരു കടിക്കുന്ന സമയത്തൊരു ടേസ്റ്റ് പ്രത്യേക രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതും ഇട്ടിട്ട് പിണ്ടി ഇളക്കണം നമ്മൾ പറഞ്ഞു. എള്ള് നല്ലതാണ്, പൊതുവേ ശരീരത്തിന് നല്ലതാണ്, എന്നുവെച്ചാൽ കൂടുതൽ കഴിക്കാനും പറ്റില്ല. അതിനുശേഷം നമ്മൾ അടച്ച് വെച്ചു. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത ഷോട്ടാണ്. അത്യാവശ്യം നല്ലോണം തിളച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുമ്പോൾ തന്നെ നല്ലോണം ആവി വരുന്നുണ്ട്, നല്ല സ്മെല്ലുമാണ്. ഈ തിളച്ച സമയത്ത് ചിക്കനൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു, പക്ഷേ വേഗത്തെ എന്തിൻ്റെ അടുത്ത് നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതാ നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ കുറച്ചും കൂടെ അടുത്തേക്ക് വെച്ചിട്ടുണ്ട്, പക്ഷേ കൂടുതലായി അടുത്ത് വെച്ചാൽ മിക്കവാറും ചിക്കൻ്റെ അകത്തേക്കും എൻ്റെ ക്യാമറ എടുക്കുന്നത്. അപ്പോൾ അത് കഴിച്ചതാ. പിന്നെ നമ്മുടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഉരുളക്കിഴങ്ങ്, അതിലേക്ക് ഇടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് ഇട്ടാൽ. ഉരുളക്കിഴങ്ങ് ഈ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ, കാരണം നമുക്കറിയാം എനിക്ക് ആ ഷേപ്പ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞൊരു കോലായിപ്പോൾ. പിന്നെ നമ്മൾ എടുത്ത് വെച്ച പാർട്സ് അതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പം ഉരുളക്കിഴങ്ങ് വെച്ചാൽ അത്യാവശ്യം വേവുകയും ചെയ്യും, പക്ഷേ കൂടുതലായിട്ട് ഉടയുകയും ചെയ്യില്ല. അപ്പം നേരത്തെ അങ്ങനെ താല്പര്യമില്ലാത്തവർക്ക് ഉരുളക്കിഴങ്ങ് ഇടണ്ട, പക്ഷേ പച്ചക്കായും എനിക്ക് ഇതിലിടുന്ന ഇഷ്ടമാണ്. പച്ചക്കായ നമ്മൾ കഴിക്കും, അപ്പോൾ ഓരോരുത്തരെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്കായ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്, നല്ല സ്മെല്ലുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാം. ശേഷം പിന്നെ നമ്മൾ അടച്ച് വെച്ച് പിന്നെ ഏകദേശം ഒരു കുറച്ച് 2-3 തളം കൂടി കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് എല്ലാം സെറ്റായി കിട്ടും. ലാസ്റ്റ് ഒട്ടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതാ നോക്കുമ്പോൾ എന്ത് രസമല്ലേ കാണാം. പിന്നെ ഇതിൽ ഗാർണിഷ് ചെയ്യാമെന്ന് നമുക്കറിയില്ല, ഇനി എടുത്ത് തിന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇതാ നോക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്, നല്ല വെള്ളം ഊറുന്നുണ്ട് അല്ലേ. എനിക്ക് നന്നായി വെള്ളം ഊറുന്നുണ്ട്.
പിന്നെ ചിലർ ഇതിൽ എന്ത് ചെയ്യും, ചിലർ വറവൊക്കെ ഇടും. പക്ഷേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല വറവിടുന്നതിൽ. അപ്പോൾ ഞാനതെല്ലാം കഴിഞ്ഞ് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് രസമാണ് കാണാൻ.